നമസ്കാരം. ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പ് തന്നെയാണ്. അതിനായുള്ള ആദ്യത്തെ തയ്യാറെടുപ്പ് കൂടിയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര എന്ന് പറയാം. ഇനി വരാനിരിക്കുന്ന ഓരോ ഏകദിനവും ടീമിന് ലോകകപ്പിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ്. ലോകകപ്പിലെ ഇന്ത്യൻ ടീം ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞുവെന്നും തന്നെ പറയേണ്ടതായുണ്ട്. ഓരോ റോളിലും ആരൊക്കെയാണ് കളിക്കുന്നതെന്നും വ്യക്തവുമാണ്. പക്ഷേ ഇതിൽ ശ്രേയസ് അയ്യരുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ലോകകപ്പിൽ അദ്ദേഹം തീർച്ചയായും 11-ൽ കാണുമെങ്കിലും ഈ സ്ഥാനം കൂടുതൽ അർഹിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. മലയാളി താരം സഞ്ജു സാംസണാണ് അർഹതയുണ്ടായിട്ടും ടീമിന് വേണ്ടാതെ പുറത്തിരിക്കുന്ന ഒരു വ്യക്തി. ലോകകപ്പിൽ ബാക്കപ്പായി പോലും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയുമില്ല. പക്ഷേ ശ്രേയസിന് പകരം സഞ്ജു ടീമിലേക്ക് വന്നാൽ അത് തീർച്ചയായും ഗുണം ചെയ്യും. എന്തുകൊണ്ടാണെന്ന് തന്നെ നമ്മൾ പരീക്ഷിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദിന ടീമിനൊപ്പം ഈ വർഷം ശ്രേയസ് അയ്യരുടെ ഫോമിൽ ഉണ്ടായിട്ടും വലിയ ഇടിവാണ് ആദ്യത്തെ കാരണം. 2026-ൽ ഇതിനോടകം കളിച്ചിട്ടുള്ള 5 ഇന്നിംഗ്സുകളിലും അദ്ദേഹം ബാറ്റിംഗിൽ ക്ലിക്കായിട്ടില്ല. ICC ഏകദിന ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കവേ ഇത് ഇന്ത്യയെ ആശങ്കയിലുമാക്കിയിട്ടുണ്ട്. ന്യൂസിലൻഡുമായുള്ള 3 മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 2 മത്സരങ്ങളിലുമടക്കം 5 ഏകദിനങ്ങളിലാണ് ശ്രേയസ് കളിച്ചിട്ടുള്ളത്. ഇവയിൽ 18 എന്ന ദയനീയ ശരാശരിയിൽ 76 സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് വെറും 90 റൺസ് മാത്രമാണ്. കിവികളുമായി ഈ വർഷം ആദ്യം കളിച്ച പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ ക്ഷീണം അഫ്ഗാനിസ്ഥാനെതിരെ ശ്രേയസ് തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അഫ്ഗാനെതിരെയും അദ്ദേഹം താളം വീണ്ടെടുക്കാൻ കഴിയാതെ തപ്പിത്തടയുകയാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗിൽ ശ്രേയസ് വൻ ദുരന്തമായി തീർന്നു. 19 ശരാശരിയിൽ നേടാനായത് വെറും 38 റൺസാണ്. ഇനി അഫ്ഗാനിസ്ഥാനുമായുള്ള അവസാന മാച്ചിലും അതിനുശേഷമുള്ള ഇംഗ്ലണ്ട് പരമ്പരയിലും കൂടി ശ്രേയസ് നനഞ്ഞ പടക്കമായാൽ ഈ റോളിലേക്ക് ബാക്കപ്പ് ആയെങ്കിലും സഞ്ജുവിനെ കൊണ്ട് വന്നേ തീരുകയുള്ളൂ എന്ന് പറയാം. രണ്ടുപേർക്കും മാറി മാറി അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. അടുത്ത ഏകദിന ലോകകപ്പിന്റെ പ്രധാന വേദി സൗത്ത് ആഫ്രിക്കയാണ്. മികച്ച വേഗതയും ബൗൺസും സ്വിംഗുമെല്ലാം അവിടുത്തെ പിച്ചുകളിൽ പെർഫോം ചെയ്യാമെങ്കിൽ മികച്ച സാങ്കേതിക മികവ് കൂടി ബാറ്റർമാർക്ക് ആവശ്യമാണെന്ന് പറയാം. ഇക്കാര്യത്തിൽ ശ്രേയസ് അയ്യരേക്കാൾ ഒരുപടി മുകളിലാണ് സഞ്ജു സാംസൺ എന്ന് കൂടി പറയണം. ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള ശ്രേയസിന്റെ വീക്ക്നെസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഇത് ഏറെക്കുറെ പരിഹരിച്ചെങ്കിലും പൂർണ്ണമായും ഈ കുറവ് മാറിയോ എന്നതും സംശയമാണ്. ലോകകപ്പിൽ എതിർ ടീമിലെ ഫസ്റ്റ് ബോളർ ശ്രേയസിനെ പ്രയോഗിക്കുന്ന പ്രധാന ആയുധവും ഇത് തന്നെ ആയിരിക്കും. മറുഭാഗത്ത് സഞ്ജുവിലേക്ക് വന്നാൽ അത്തരത്തിലുള്ള വീക്ക്നെസ്സുകളൊന്നും പ്രത്യേകം എടുത്ത് കാണിക്കാനുമില്ല. മാത്രമല്ല പേസ് ബൗൺസും പിച്ചുകളും കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാൾ കൂടിയാണ് അദ്ദേഹം. 2023-ൽ സൗത്ത് ആഫ്രിക്കയിലാണ് സഞ്ജു അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ഏകദിനം കളിച്ചത്. അന്ന് കന്യ സെഞ്ചുറി നേടിയ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഒരിക്കലും സഞ്ജുവിന്റെ ടീമിലേക്ക് വെളിയെത്തിയിട്ടില്ല. സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിൽ കുറേയധികം കാര്യങ്ങൾ പറയണം. ശ്രേയസ് അയ്യർ, ഗിൽ എന്നിവരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ കുറിച്ചും സംസാരിക്കാതെ നടന്നു പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.